നാളെ രഘുണ്ണന് കൊടുക്കേണ്ട കാശിന് നമ്മളിനി എന്നാ ചെയ്യും? എത്ര അവധി പറഞ്ഞു. ഇനി അയാൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി നമ്മൾ എന്നാ ചെയ്യാനാ? ആ, എടി കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോയെന്നൊന്നും പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ, ഓട്ടോ അങ്ങ് വിൽക്കാം. അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് പുള്ളിയുടെ കടവും വീടാം. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? വേറെന്തെങ്കിലും പണി നോക്കാം. ഷാജിയോട് പെയിൻറ്റിങ്ങിൻ്റെ പണിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ പറയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തേ ആലോചിക്കുന്നേ? വാ, വന്ന് കിടക്കുന്നേ. നാളെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. നീ കിടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അച്ചായ ലൈറ്റ് ഒന്ന് ഓഫാക്കണേ. അമ്മച്ചിയും കൊച്ചും ഉറങ്ങിയാന്ന് നോക്കിയിട്ട് വേണം നിങ്ങളും ഒന്ന് കിടക്കാൻ. ഹലോ, ആ സന്തോഷേ, എടാ നിൻ്റെ ഈ പൈസ വല്ലതും ഇരിപ്പുണ്ടോടാ? ഒരു 10 രൂപ മറിക്കാൻ. ആ, കൊച്ചിന് സുഖമില്ലാതെ ആശുപത്രിയിലൊക്കെ ആയിരുന്നല്ലോ. ഓ, ഓട്ടോയ്ക്ക് ഇച്ചിരി പണിയൊക്കെ ആയിപ്പോയി. ഓട്ടോ വളരെ കുറവ്. ആൻറ്റി പോയി കിടന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇന്നിപ്പോൾ ആ രഘുവണ്ണനും പൈസ കൊടുക്കണം. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റുവാ. നീ എങ്ങനെയാലും ഒന്ന് നോക്ക്. ആ, നീ ഉണ്ടെങ്കിലൊന്ന് വിളിക്കണേ. ശരി, ഓക്കെ. കാപ്പി എടുത്ത് വെക്കട്ടെ? ഒരു കട്ടൻ എടുത്ത് തന്നാൽ മതി. സന്തോഷം എന്താ പറയുന്നത്? ശരിയാകോ? നമുക്ക് ചോദിക്കാനിപ്പോൾ അവൻ മാത്രമല്ലേ ഉള്ളൂ. ചോദിച്ചിട്ടുണ്ട്, നോക്കട്ടെന്നാ പറഞ്ഞ. എല്ലാം ശരിയാകും. കൊച്ചെണീറ്റോ? ഇല്ല, അവൻ മയക്കത്തില്ല. ആ, മരുന്നിൻ്റെയൊക്കെ ആയിരിക്കും. എന്നാലിന്ന് സ്കൂളിൽ വിടണ്ടെന്ന് പോയി. ഡീ, ആ നീ വന്നേ. വരുവാ. എന്താ? നമ്മുടെ ആ ചാക്കിനകത്തിരിക്കുന്ന ആക്രി സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് പിറക്കി വെച്ചാലേ, ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കാം. 10-100 രൂപ കിട്ടിയാൽ അത്രയായില്ലേ? കൊച്ചിന് പുറത്തുനിന്ന് മരുന്ന് മേടിക്കാൻ എഴുതി തന്നിട്ടുണ്ട്, അതോടെ വാങ്ങിക്കൊണ്ട് വരണേ. ആ, ഞാൻ ഉച്ചയ്ക്ക് വരുമ്പം മേടിച്ചോണ്ട് വരാം. നീ ആ കുഞ്ഞിനെ വിളിച്ചെഴുന്നേപ്പറ്റി ഭക്ഷണം കൊടുക്കാൻ നോക്കും. ചേട്ടാ, ടിക്കറ്റ് വേണോ? ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓ, വരുമെന്ന് ആർക്കറിയാം. ചേട്ടാ, ഒരു ടിക്കറ്റ് എടുക്കാവോ? വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ. ചേട്ടാ, നല്ല നമ്പരാ ചേട്ടാ. ഒരെണ്ണം എടുക്കില്ല ചേട്ടാ. നേരം വളർത്തിട്ട് കൈനീട്ടം പോലും വെച്ചിട്ടില്ല. ഒന്ന് പോ. ദേ ഇതിന്റെ പറ്റിയ ആശാന പുള്ളി ഇതിന്റെ ആളാ. ദേ അങ്ങോട്ടേ അങ്ങോട്ടില്ലേ? എന്ത് ചെയ്യാനാ? ചേട്ടോ, ഒരു ടിക്കറ്റ് എടുക്കൂ. വേണ്ട ചേട്ടാ, നല്ല നമ്പറാ ചേട്ടാ, ഒരെണ്ണം എടുക്ക്. എൻ്റെ പൈസ ഇല്ല. ഒത്തിരി നടന്നിട്ടാ വന്നത് ചേട്ടാ, അതുകൊണ്ടാ. എൻ്റെ പൊന്നു ചേട്ടാ, രാവിലെ ഇവിടെ വന്ന് കിടന്നിട്ട് ഇതുവരെ എനിക്കൊരു ഓട്ടം പോലും കിട്ടിയിട്ടില്ല. എൻ്റെ ചേട്ടാ, എൻ്റെ കാലം വണ്ടി ആക്സിഡൻ്റായിട്ട് കമ്പിയിട്ടിരിക്കുക, അതുകൊണ്ടാ ചോദിച്ചത്. എൻ്റെ പൈസ ഇല്ല. 3 കുഞ്ഞുങ്ങളെ പോറ്റാനേ. എൻ്റെ പൊന്നു ചേട്ടാ, ഒന്ന് പോകുന്നുണ്ടോ? എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞില്ലേ? പൈസ ഇല്ലാതെ ഞാൻ അങ്ങനെ എടുക്കുന്നത്? എത്രണ്ണം ഉണ്ട്? 6 ഉണ്ട്. 10 രൂപ കുറച്ച് തന്നാ മതി. 10 രൂപ കുറച്ച് തന്നിട്ട് തനിക്ക് എന്നാ കിട്ടാനാണോ?
ബിന്ദു ബിന്ദു ഓ നിങ്ങൾക്ക് വാടക തരാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മാറിക്കോ. ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുത്തോളാം. വേറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പിന്നെ ആ മേലാത്ത കൊച്ചിനെ വിചാരിച്ച് മാത്രമാണ് ഞാനൊന്നും മിണ്ടാത്തെ. ബിന്ദു കരയാനോ സങ്കടപ്പെടാനോ ഒന്നും പറയുന്നതല്ല. അവസ്ഥ അറിയാം. എന്റെ ഇച്ഛായൻ എനിക്ക് അവിടെ സ്വസ്ഥത ഇരുന്നില്ല. നിങ്ങളെ വിളിക്കുമ്പോൾ ഫോണെങ്കിലും ഒന്നെടുക്ക്. പൈസ വേണം കേട്ടോ, അല്ലാതെ പറ്റത്തില്ല. ബൈജു വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. പറയാം. ഹലോ, ആ പറ, ഞാൻ അങ്ങോട്ട് വരുവാ. ചേട്ടാ, എന്നാ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ആ വിട്ടുതരാം. കയറിക്കോ. ആ പോവാം. ആ പോവാം. എവിടെയാ വീട്? കട്ടപ്പനയിലാ. ആരാ ഹോസ്പിറ്റലിൽ? എൻ്റെ ഭർത്താവാ. ഓപ്പറേഷന് വേണ്ടി ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാ. നാളെയാ ഓപ്പറേഷൻ. ഇപ്പോൾ എവിടെ പോയിട്ട് വരുവാ? പൈസ റെഡിയാക്കാൻ വേണ്ടി നാട്ടിൽ പോയേക്കുമായിരുന്നു. ഒരാൾ കുറച്ച് പൈസ തന്ന് സഹായിച്ചു. പിന്നെ പള്ളിക്കാരും തന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ ഭർത്താവും 2 പിള്ളേരും പിന്നെ ഭർത്താവിൻ്റെ അമ്മയും. അപ്പോൾ ഇപ്പം ആരാ ആശുപത്രിയിൽ നിൽക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടുകാരെ ധിക്കരിച്ച് ചേട്ടായിയുടെ കൂടെ ഇറങ്ങിപ്പോയതാ. അതുകൊണ്ട് സഹായിക്കാനൊന്നും ആരുമില്ല. എൻ്റെ 2 കുഞ്ഞുങ്ങളെ ചേട്ടായിയുടെ അമ്മയുടെ കൂടെ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. ആശുപത്രിയിൽ ഇപ്പോൾ ആരാ സഹായത്തിനുള്ളത്? സഹായത്തിനൊന്നും സത്യം പറഞ്ഞാൽ ആരുമില്ല ചേട്ടാ. എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണോ? വയ്യാത്തൊരു കുഞ്ഞുണ്ട് വീട്ടിൽ. അതിനെ കൊണ്ട് എന്നും ആശുപത്രി പോക്കാം. പോരാഞ്ഞിട്ട് 4 മാസമായി വാടക കൊടുത്തിട്ടു. ഇന്നോ നാളെ വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അതിന് പുറമെ ഒരു ബ്ലേഡുകാരനും. ഇപ്പം പിടിച്ചു നിൽക്കണ ഒരു 20,000 രൂപയിലും വേണം. അതിനുള്ള ഓട്ടത്തിലാണ് ഞാൻ. ചേട്ടാ, ആ വാതിലിൻ്റെ അവിടെ അങ്ങ് നിർത്തിയാൽ മതിയേ. ആ ശരി. എന്തെങ്കിലും സഹായം വേണേ വിളിക്കാൻ ഒരിക്കലും മറക്കണ്ട കേട്ടോ. നമ്പർ ഒന്ന് പറയാവോ? ആ 9744172920. ചേട്ടാ, കാശ് ആ വേണ്ടത്. ഇത്ര ഓടിയതല്ലേ? ആ സാരമില്ല. ആ ഞാൻ ഇങ്ങോട്ടായിട്ട് പോകുന്നതല്ലേ. കാശ് വേണ്ടത്. ശരി. ശരി. റിസൾട്ട് കിട്ടാൻ വൈകി ഡോക്ടറെ. ഡോക്ടറെ, കുഴപ്പം വല്ലതും ഉണ്ടോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറയാം. ഹലോ, നിങ്ങൾ എവിടെയാ? എന്നാടി? കുഞ്ഞിന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ട. മരുന്ന് കിട്ടിയെങ്കിൽ മരുന്ന് കൊണ്ട് പെട്ടെന്ന് വായോ. ആ വേറെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ? വേറെ ഒന്നും വേണ്ട, നിങ്ങൾ പെട്ടെന്ന് വന്നാൽ മതി. കൊച്ചിന് മരുന്ന് കൊടുക്കേണ്ടതാ. എന്നാ ശരി, പോരാ. ആ എടാ, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതേ നമ്മുടെ ഓട്ടോക്കാരൻ ബൈജു ഇല്ലേ, അവൻ എനിക്ക് പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ഞാൻ വിളിച്ചിട്ട് അവൻ ഫോണും എടുക്കുന്നില്ല. നമുക്ക് അവനെ വീട്ടിൽ പോയി പോക്കാം. വാ, വണ്ടിയെടു. ദൈവമേ, ദൈവം എത്തിയിട്ടുണ്ടല്ലോ. ഇത് വൈകിട്ടൊരു പണിയാണല്ലോ. അവൻ്റെ കൈക്കാരൻ അവിടെ നിൽപ്പുണ്ട്. അവനോട് പോയി ഇങ്ങ് വരാൻ പറ.
രഘുവണ്ണം വിളിക്കുന്നുണ്ട് നിങ്ങളെ, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം? എന്താ അണ്ണാ കാര്യം? എന്തിയാടാ നിന്റെ കൂട്ടുകാരൻ ബൈജു? അണ്ണാ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു, പുള്ളിയോടെ ഓട്ടം പോയതാ. എന്താ അണ്ണാ കാര്യം? എടാ ഞാൻ കൊടുത്ത പൈസ മേടിച്ച് തിന്നിട്ട് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അവൻ എടുക്കത്തില്ല. ഇനി അഥവാ എടുത്താലും അവൻ എന്തോ ഒരു ഒഴിവഴിവുകളാ പറയുന്നറിയാമോ? നീ അവൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, അതുകൊണ്ട് പറയുക. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അച്ചടിച്ചുണ്ടാക്കുന്ന പൈസയല്ല ഞാൻ അവൻ എടുത്തു കൊടുത്തത്. ആ പന്നി എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ നോക്കി ആടാ. വണ്ടി എടുക്കണം. ചേട്ടാ ഒന്ന് ഓട്ടം പോണായിരുന്നു. പറ്റി കാശല്ലേ എടുത്താണ്. നീയൊക്കെ എന്നെ പ്ലെയിനാണോ ഓടിക്കുന്നത്? ഇല്ല, ആളില്ല പാട്ട്. പാട്ട് ഇതൊക്കെ ഇവിടെയാണ് നമ്മള്. ഓട്ടം പോണോ? ഓട്ടോ ഒന്നും പോകുന്നില്ല, ഇങ്ങോട്ട് എഴുന്നേറ്റ്. ഓട്ടം പോണം. ഇല്ല, എഴുന്നേറ്റോ എഴുന്നേറ്റോ. ഓട്ടോ ഒന്നും പോകുന്നില്ല, ഇങ്ങോട്ട് ഇറങ്ങി. കൈ പിടിക്കാതെ ഓട്ടോ ഓടിക്കുന്നു. ഓട്ടോ നീ പോക്കോ, ഞാനെങ്കിലും നെഞ്ചത്ത് പോയി കയറും. ഇവിടെ ചോറ് എടുക്കടി. ആഹാ, നിങ്ങൾ വന്നായിരുന്നോ? നിങ്ങൾ എന്താ ഫോൺ വിളിച്ചാ എടുക്കാത്തെ? ആര് വിളിച്ചു? ആര് വിളിച്ചെന്നോ? ഈ വീട്ടുടമസ്ഥരിന് പറയാനൊന്നുമില്ല. 4 മാസത്തെ വാടക കൊടുക്കണം. ഈ വയ്യാത്ത കൊച്ചിനെ കരുതി അവരൊന്നും പറയാത്തത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറിക്കൊടുക്കണം. ഒന്നീ അവർക്ക് വാടക കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മാറിക്കൊടുക്കണം. നീ ടെൻഷൻ അടിക്കണ്ട, ഞാനൊരു വഴി കണ്ടുവച്ചു. നമ്മുടെ വണ്ടി കച്ചവടമായി, നാളെ കാണാൻ ആള് വരും. ഉള്ള കിടപ്പാടോ പോയി, ഇനി വയ്യാത്ത കൊച്ചിനെ കൊണ്ട് നമ്മൾ ഇനി എങ്ങോട്ട് പോകും? നീ കരയാതെ, എന്തേലും മാർഗം ഉണ്ടാക്കാം. നീ സങ്കടപ്പെടാതെ, നീ എന്തേലും കഴിക്കാൻ എടുത്തു. കുഞ്ഞിൻ്റെ മരുന്ന് കൂടി ഇരിപ്പുണ്ട്, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ഹലോ ഹലോ. എടി മിനി. ചേച്ചി പറ. എടി നീയേ വീട്ടിലോട്ടൊന്ന് ഇടയ്ക്കൊന്ന് ചെല്ലണേ. അവിടെ അമ്മച്ചിയും പിള്ളേരും തനിച്ചേ ഉള്ളൂ. ഓ, എനിക്കറിയത്തില്ല ഈ പ്രായമായ അമ്മച്ചി പിള്ളേരെയും കൊണ്ട് എന്നാ ചെയ്യാനാന്ന്. എനിക്ക് അതുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഞാൻ ഈ ചേട്ടായിയുടെ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അതുങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതുങ്ങളെ ഞാൻ ആരെ ഏൽപ്പിക്കാനാ? ശരിയാ. സ്ഥലം കിട്ടിയില്ല, ഞാൻ ഇവിടെ വരാന്തയിൽ ഇപ്പോൾ ആയിട്ടങ്ങ് ഇരിക്കുക. അയ്യോ. പിന്നെ വരുന്ന വഴി ഒരു ഓട്ടോ കിട്ടിയായിരുന്നു. ആ ഓട്ടോക്കാരൻ നമ്പരൊക്കെ തന്നു. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാനൊക്കെ പറഞ്ഞു. നമ്മൾ ഈ കട്ടപ്പനയിൽ ഇവിടെ വന്ന് കിടക്കുമല്ലേ കൊച്ചേ, എന്തേലും ഒരു ആവശ്യം വന്നാൽ ഒരാളാകുമല്ലോ. ഞാൻ നമ്പരൊക്കെ സേവ് ചെയ്ത് വെച്ചു. വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ? ഓ, കണ്ടിട്ട് അങ്ങനൊന്നും തോന്നിയില്ല. നല്ല മനുഷ്യനാ. എന്നോട് പൈസയൊന്നും മേടിച്ചില്ലടി. മനസാക്ഷിയുള്ള ആളാ. അതുപോലുള്ള ആളുകളൊക്കെ നമ്മളൊരു സഹായത്തിന് വിളിച്ചാൽ ഓടി വരാതിരിക്കുവോ? കുഞ്ഞമ്മച്ചിയുടെ അടുത്ത് കേറിയായിരുന്നോ? ഇല്ലടി കൊച്ചേ. അതെന്നാ? ഞാൻ അവിടെ വന്നിട്ട് നേരെ പള്ളിയിലോട്ടല്ലേ പോയത്. അവിടെ വന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിങ്ങ് പോന്നു. പൈസ മൊത്തം റെഡിയായോ? ഇല്ല, ഇച്ചിരി പൈസ കൂടെ വേണം. പള്ളിന്നുള്ള പൈസയോ? അത് ജോൺസന്റെ കൊടുത്തുവിടാന്ന് അച്ഛൻ പറഞ്ഞത്. ഞാനിനി അങ്ങോട്ട് ചെല്ലണ്ട, ഇങ്ങനെ കിടന്ന് ഓടുവല്ലേ, വരണ്ടാന്ന് പറഞ്ഞു. പൈസയൊക്കെ ശ്രദ്ധിച്ചോണേ ചേച്ചി, ഹോസ്പിറ്റലൊക്കെ അല്ലേ, ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നല്ലേ.
ഇല്ലില്ല, പൈസയൊക്കെ ഞാനിവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുക. ഓ, ആശുപത്രി അല്ലേടി, ഇവിടുന്നൊക്കെ ആരെടുത്തോണ്ട് പോവാനാ? എന്നാലും ഏ? അയ്യോ, എടി ഞാനിപ്പോൾ വിളിക്കാവേ. അയ്യോ അയ്യോ അയ്യോ, എൻ്റെ പൈസ. അയ്യോ അയ്യോ അയ്യോ, പൈസ. അയ്യോ, എൻ്റെ കർത്താവേ, പൈസ. അയ്യോ 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 അയ്യോ, എൻ്റെ കാശ്. അയ്യോ അയ്യോ, ഓട്ടോ. അയ്യോ, അയ്യോ, എടുക്ക് എടുക്ക്. അയ്യോ, എൻ്റെ കർത്താവേ. ഇതേത് കുരിശാണ്? ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ ദൈവമേ? എൻ്റെ മാതാവേ. അച്ചായ, ആ ആ ഫോൺ ഒന്നെടുത്തേ. എത്ര നേരം കൊണ്ടാ ഫോൺ അടിക്കുന്നത്? ആരാന്നറിയാലോ. ആ വരുന്ന എടി, അതാ രഘുവണ്ണനായിരിക്കും. പുള്ളിക്ക് പൈസ കൊടുക്കാനുള്ളതല്ലേ. പുള്ളി പല നമ്പറിൽ നിന്ന് മാറി മാറി വിളിച്ചോണ്ടിരിക്കുവോ. നിങ്ങൾ ഫോൺ എടുക്കുന്നേ, നമുക്കൊന്ന് സംസാരിക്കാലോ. ഹലോ ഹലോ, ആരാ? ഹലോ ഹലോ, ചേട്ടാ. നിങ്ങളാരാ സംസാരിക്കുന്നേ? ചേട്ടാ, ഞാനേ രാവിലെ ഓട്ടോയിൽ കയറിയ ആളാ. രാവിലെ എപ്പോ? ചേട്ടാ, ഓട്ടോയിൽ നിന്നൊരു പൊതി കിട്ടിയായിരുന്നു. പൊതിയോ? ചേട്ടാ, അത് പൈസയാ. നാളെ ഓപ്പറേഷന് വരുന്ന കാശാ. എന്റെ കയ്യിൽ നിന്ന് പോയി. പൈസ കളഞ്ഞു പോയോ? ആരാന്ന്? എവിടെ? എവിടെ പോയെന്ന് അറിയത്തില്ല. ഒന്ന് നോക്കാവോ? നോക്കാം നോക്കാം, നോക്കിട്ട് പറയാം. വേഗം നോക്കിയേട്ടാ. നോക്കിയോ? ആരുടെ പൈസയാ? ആരുടെ കാശാന്ന്? എവിടെയോ ഇല്ലല്ലോ മോളെ. ഇനി വഴിയിലെങ്ങാനും ഇവിടെ പോയ? ഇല്ലേ ഇല്ലേ ചേട്ടാ, ഒന്ന് നല്ലോണം ഒന്ന് നോക്കിക്കേ. ഞാനിവിടെയല്ലേ നോക്കി, ഇവിടെയും കണ്ടില്ല. ഇല്ലേ? വഴിയിലെങ്ങാനും ഹലോ ഹലോ, കട്ടായി പോയില്ല. എന്താ ചായ കാര്യം? രാവിലെ ഒരു പെങ്കൊച്ചു വന്നു വണ്ടിയെ കയറിയത്. അതിന്റെ പൈസ ഇവിടെ കണ്ട് നഷ്ടപ്പെട്ടു പോയെന്നാ പറയുന്നത്. അതിന്റെ ഭർത്താവിന് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുവന്ന കാശാ. അയ്യോ, അയാള് മെഡിക്കൽ കോളേജിൽ കിടക്കുക. അയ്യോ, കഷ്ടകാലത്തിനകത്ത് വണ്ടിയെ വന്ന് കയറുകയും ചെയ്തു. എന്റെ ചായ, ഈ പെങ്കൊച്ചല്ലാതെ വേറെ ആരെങ്കിലും ഈ വണ്ടി വന്ന് കേറിയോ? പിന്നെ എനിക്ക് ഓർമ്മയില്ല. എടി, രാവിലെ ഞാൻ കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു കള്ളുകൂടിയ വണ്ടിയെ ഇരിപ്പുണ്ടായിരുന്നു. അയ്യോ, അവൻ്റെ കാണും പൈസ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അവനുണ്ടോന്ന് പോയി നോക്കടാ. ഞാൻ പോയി നോക്കാം അണ്ണാ.
പെണ്ണുപോലെ ബൈജു വേട്ടെ അവനെ കൊണ്ട് ഇറക്കിവിടും. അവൻ പൈസ പഠിച്ച പെരക്കത്ത് കയറിയിരിക്കുന്നു. ഇതുകൊണ്ട് അണ്ണൻ അവിടെ വന്ന് നിൽക്കുക കാശിന് വേണ്ടി. ഞങ്ങളല്ല ഇവിടെ വെറുതെ ചുമ്മാ നടക്കണം. ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് ദൂരോട്ട് കളഞ്ഞിട്ട് ഞങ്ങൾ കാശുമായിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ കേട്ടോ. മര്യാദ കരുതിയില്ല കൊണ്ടല്ലോ, കാശ് കൊണ്ട് തരണം, പലിശ തരണം. എത്ര ദിവസമായി ഞങ്ങൾ നടക്കുന്നത്? ആ കിഴങ്ങൻ എന്നാണ് അവിടെ പോയി കിടന്ന് കാണിക്കുന്നത്? വെറും 30,000 രൂപ മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. അവൻ അവിടെ പോയി ആ പെണ്ണും പിള്ള വല്ലതും ചെയ്തെന്ന് പറഞ്ഞ് അവർ വല്ല കേസും കൊടുത്താൽ 10 ലക്ഷം രൂപ കേസ് കളിച്ചാൽ ഈ കേസ് തീരുവാൻ. ആരെങ്കിലും പോയി അവനെ വിളിച്ചോണ്ട് വേടാ ചെല്ല്. അപ്പം നമ്മുടെ പൈസയുടെ കാര്യം? എടാ നിനക്കൊക്കെ ഒരു വിചാരമാണ് ഈ ഓട്ടോക്കാരുടെ കൈ പൈസയൊന്നുമില്ല. അവർ ഈ ഓട്ടോ ഓടിച്ചാണ് വീട്ടിലെ കാര്യം നോക്കുന്നത്, മക്കളുടെ കാര്യം നോക്കുന്നത്, വീട് വെക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഈ ഓട്ടോ എന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാര കാര്യമൊന്നുമില്ല. അവൻ തന്നെയാണ് ആ ഓട്ടോയുടെ മുതലാളിയും, അവൻ തന്നെയാണ് തൊഴിലാളിയും. അതുകൊണ്ട് അവൻ തരും, എനിക്ക് ഉറപ്പാണ്. ഞാനും കുറച്ചാൾ ഈ ഓട്ടോ ഒക്കെ ഓടിച്ച് നടന്നതാണ്. അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാനിന്ന് വന്നു, അത്രമാത്രം. വണ്ടിക്കകത്തിരുന്ന് പൈസ നീ എടുത്തായിരുന്നു? ഞാൻ എടുത്തില്ല ചേട്ടാ. നുണ പറയരുത്. ഇത് സത്യമായിട്ട് ഞാൻ എടുത്തില്ല. സത്യം. നിങ്ങൾ നോക്കൂ, എൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ ഒന്നും എടുത്തിട്ടില്ല. സത്യമായിട്ടും ഇല്ല. വേല ഇറക്കരുത്. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ചേട്ടാ. ഇവൻ വെച്ചുള്ള കളിയാ നീ. നിങ്ങൾ പിടിവിടുന്ന ഇവിടെ കേറിയിട്ടില്ല. ഇല്ലെന്ന് ഞാൻ എടുത്തിട്ട് എന്നെ പിന്നെ പൈസ എവിടെ പോയി? പൈസ ഏത് ചേട്ടാ? പിടിവിട, ഞാൻ എടുത്തിട്ടില്ലെന്ന്. സത്യം, ഞാൻ ചേട്ടന്റെ കാല് പിടിക്കുക. ഞാൻ എടുത്തിട്ടില്ല ചേട്ടാ, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ലെന്ന്. ഞാൻ കാല് പിടിക്കുന്ന സത്യം, ഞാൻ എടുത്തിട്ടില്ല. സത്യമായിട്ട് എടുത്തിട്ടില്ല ചേട്ടാ. നീ എടുത്തിട്ടുണ്ട്, തിരിച്ചു ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. സത്യം, അമ്മ സത്യം, ഞാൻ പൈസ ഒരു പെണ്ണിന്റെ കഷ്ടപ്പാടിന്റെ വിലയാടാ പൈസ. എന്റെ കഷ്ടകാല സമയത്താണ് ഈ കൊച്ചിന് എന്റെ വണ്ടിയെ വന്ന് കയറാനും തോന്നിയില്ല. ഇനി ഞാൻ ആ പാവത്തിന് എവിടുന്ന് പൈസ ഉണ്ടാക്കി കൊടുക്കും? ചേട്ടാ, ആ സീറ്റിൽ ഒരു കവർ കിടപ്പുണ്ട്, അത് ഞാൻ പുറകെ ഇട്ടായിരുന്നു കേട്ടാ. ഹലോ ഹലോ ഹലോ. ആ ദേ നമ്മുടെ പൈസ കിട്ടി കേട്ടോ. എന്നാട്ടാ? ആ അതെ, വണ്ടിയുടെ പുറകെ കിടപ്പുണ്ടായിരുന്നു. കിട്ടിയോ? അയ്യോ എന്റെ മാതാവേ. ശരി ഏട്ടാ. ഞാൻ എവിടെയാ വരണ്ടേ? റൗണ്ടിലോ? ആ ദേ വരുന്നു. ഇപ്പൊ വരാം, ഇപ്പൊ വരാം. ആ ചേട്ടാ എവിടെ ഉണ്ട്? ആണോ? ഞാനോ? ഞാനീ റൗണ്ടിന്റെ ഇപ്പുറത്തെ ATM ഇല്ലേ, ATMന്റെ അവിടെ, ഡെന്റൽ ക്ലിനിക് ഇല്ലേ, അതിന്റെ അവിടെ. പൈസ. അയ്യോ ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. ഞാൻ വിചാരിച്ചില്ല എനിക്ക് പൈസ തിരിച്ചു കിട്ടുമെന്ന്. നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. ഏതായാലും പൈസ തിരിച്ചു കിട്ടി. സത്യത്തിന്റെ പൈസയല്ലേ, നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു. നിങ്ങൾ എത്ര പേരുടെ മുന്നേ കൈ നീട്ടി എന്തെല്ലാം ബുദ്ധിമുട്ടും അനുഭവിച്ചാൽ ഈ പൈസ ഉണ്ടാക്കിയത്? അതെവിടെ പോകാനാ? പോകത്തില്ല, അത് നമ്മുടെ കയ്യിൽ തന്നെ വരും. ഇത് സത്യമുള്ള പൈസയാണ്. ഡോക്ടറെ കാണാൻ പോകാൻ പറ്റിയില്ല, അതിനിടയ്ക്കാണ് ഈ കാശ് പോയത്. പിന്നെ അതിന്റെ പുറകെ ആയിപ്പോയി. ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം ഡോക്ടറെ കാണാൻ. അത് സാരമില്ല, ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. ശരി. എന്തെങ്കിലും സഹായം വേണേ വിളിക്കാൻ ഒരിക്കലും മറക്കണ്ട കേട്ടോ. ശരി, പോയിട്ട് വരാ.
ഡോക്ടറെ, ഇരിക്കൂ. റിപ്പോർട്ട്. ജെസ്സി പോയ കാര്യമൊക്കെ റെഡിയായോ? പള്ളിക്കാരും ഇടവക്കാരും പിന്നെ കുറേ സംഘടനകളും ചേർന്ന് പിരിവിട്ട് കുറച്ച് പൈസ തന്നു. ബാക്കി കാശ് ഞാൻ ഉടനെ ശരിയാക്കാം. വിൽക്കാനും പണയം വെക്കാനും ഇനി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഡോക്ടറെ. ആകപ്പാടെ ഉള്ളത് ഒരു 5 സെന്റ് സ്ഥലം. അതാണെങ്കിൽ ചേട്ടായുടെ അപ്പൻ്റെ പേരില. അപ്പം മരിച്ചു പോയോണ്ട് അതൊട്ട് ചേട്ടായുടെ പേരിലാക്കാനും പറ്റിയില്ല. മക്കളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടോ? ഉണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇല്ല ഡോക്ടറെ. ജെസ്സി ഒരു ഈശ്വരവിശ്വാസമുള്ള കൂട്ടത്തിലല്ലേ? ഉണ്ട്. നന്നായി പ്രാർത്ഥിക്കുമല്ലേ? ആ. അപ്പോൾ ജെസ്സി, ഞാൻ പറയാൻ പോകുന്ന കാര്യം ജെസ്സിക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമമുണ്ടാകും. ഞാൻ പറയാൻ പോകുന്ന കാര്യം, മനോജിൻ്റെ റിസൾട്ട് ഞാൻ ഡോക്ടർ വർഗീസ് ജോണിനെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ സാറ് ഒരു ഫൈനൽ ഡിസിഷൻ പറഞ്ഞിരിക്കുന്നത്. എന്താ ഡോക്ടറെ? എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ ജെസ്സിക്ക് സങ്കടം വരുമോ? പക്ഷേ ഞങ്ങൾ ഡോക്ടർമാരാണ്, ഞങ്ങൾക്കത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ജെസ്സി, മനോജിന് ഓപ്പറേഷൻ വേണ്ട. ജെസ്സി കരയണ്ട, ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞല്ലോ. മനോജിന് നമുക്ക് മരുന്നൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കാം. 2-3 മാസത്തിനുള്ളിൽ മനോജ് ഓക്കെ ആകും. ഇനിയിപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടേ? പോരെ? സന്തോഷമായില്ലേ? ഹാപ്പി ആയില്ലേ? ജെസ്സി, മനോജിൻ്റെ ചികിത്സയ്ക്ക് പണം ആവശ്യം വന്നില്ലല്ലോ. ആ തുക നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ഡോക്ടർ. അത്രയ്ക്ക് ഞാൻ നീറി. 1 മാസത്തെ മരുന്ന് കഴിച്ചിട്ടേ ഒന്ന് റെസ്റ്റ് എടുക്കുക. ബാക്കി ഞാൻ പറയാം. പിന്നെ 1 മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും വരിക മനോജിനായിട്ട്. ശരി ഡോക്ടർ. ചേട്ടാ, ഓട്ടോ ഓടിക്കുന്ന ചേട്ടനെ കണ്ടായിരുന്നു. എന്താ കാര്യം? എന്താണോ? ആ, വേറെ കാര്യം പറയാൻ വേണ്ടിയാ. ഞാൻ കാര്യം പറയൂ. 6 ടിക്കറ്റിന് പ്രൈസ് അടിച്ചു. ആണോ? ആ, ആർക്ക്? ബൈജുനോ? വാ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ പറഞ്ഞ ആ ചേട്ടൻ ടിക്കറ്റ് ടിക്കറ്റ് അടിക്കുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, ഞാൻ നിങ്ങളോട് ഇതിപ്പോ പറഞ്ഞല്ലേ അടിക്കും. ഉറങ്ങാതെ എഴുന്നേക്കണം ഇങ്ങോട്ട്. ഇറങ്ങി വാ. എടാ, വമ്പൻ ചെല്ലണം, വമ്പൻ ചെല്ലും. വാ. എന്നടാ കാണിക്കാം. എന്നാ കാര്യം? നോക്ക്, 56.05. ചെലവ് കേട്ടോ. ആ, 6 സാധനം അടിച്ചിട്ടുണ്ട്. എന്നായാലും ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം. ചിലവൊക്കെ അവിടെ നിൽക്കട്ടെ. രാവിലെ രഘുവിനെ ഉണർന്നിട്ട് എന്നാ ഷോയെ കാണിക്കുന്നറിയോ? പുള്ളിയുടെ പൈസ ആദ്യം കൊടുത്തു തീർക്കുക, എന്നിട്ട് ബാക്കി കാര്യം. ലോട്ടറി ഒക്കെ അടിച്ചിട്ട് നിനക്ക് എന്നാ സന്തോഷമില്ല നിൽക്കുന്നത്? എന്നാ സന്തോഷമില്ല നിൽക്കുന്നത്? എടാ, ഒന്ന് സന്തോഷിക്ക്. ആദ്യം ഒന്ന് ഉഷാറാകും നിങ്ങൾ. ഈ പൈസ നമ്മുടെ കൈ കൊണ്ട് നടക്കാനൊന്നും അല്ലല്ലോ. ഇപ്പം അന്നേരം തന്നെ പോവുകയല്ലേ. ഏതായാലും രഘുവണൻ്റെ പൈസ കൊടുത്തു തീർക്കാം. ഏതായാലും പൈസ വാങ്ങിച്ചു കൊടുക്ക്. ഇയാളെ കൂടെ കൊണ്ടുപോകണം കേട്ടോ. ആ, അതൊക്കെ ഞാൻ മാറി തരാവുന്നേ. അതൊക്കെ ഇവൻ തന്നെ ചെയ്യട്ടെ. നിങ്ങൾ വാ, വാ, കേറ്. ഓക്കെ, വൈകിട്ട് നമുക്ക് കാണാം കേട്ടോ. ഏതായാലും അവര് ഭാഗ്യമുണ്ട്. നീ വണ്ടിയെ കയറ്. കാശും തിന്ന് അടിക്കാൻ എൻ്റെ പൊന്നെ, എപ്പോൾ കാണിച്ചാൽ ഈ വണ്ടിയെ വരുള്ളൂ.
ഇല്ല എടാ, ഇല്ല കേറാ വണ്ടി. ഇല്ല ഞാൻ പോക്കോളാം. എടാ വാടാ, നീ കേറ്. വണ്ടി ഇല്ല ഞാൻ ഇല്ല എന്നാ കേറാ വണ്ടിയിലോട്ട്. ഇല്ല എൻ്റെ എടാ പൈസ ഒന്നും വേണ്ട, നീ ഇങ്ങോട്ട് കേറ്. വണ്ടിക്കാശ് ഇല്ല, ഞാൻ പൈസ വരുന്നില്ല. ഞാൻ നിനക്ക് തരാം, നീ ഇങ്ങോട്ട് കേറ്. സത്യമായിട്ട് എൻ്റെ 5 ദിവസം പോലും എടാ ഇല്ല. നിനക്ക് ഞാൻ ഒരെണ്ണം മേടിച്ച് തരാം, നീ കുടി കേറ്. നിർത്തി. ഇനി പൈസയുള്ള ഒറ്റ ഓട്ടോയിൽ ഞാൻ കയറിയത് അമ്മച്ചിയാണ് സത്യം. കുട്ടേ ഇറങ്ങി പോക്കോളാം എന്തായാലും. ഹലോ ഹലോ ചേട്ടാ, ആ എന്നാ മോളെ? ഞാൻ ജെസ്സിയാണേ. ആ ഓപ്പറേഷൻ്റെ കാര്യം എന്തായി? ഒരു സന്തോഷ വാർത്തയുണ്ട്. ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. ആണോ? വേണ്ടെന്ന് പറഞ്ഞോ? എന്തായാലും ഓപ്പറേഷൻ അയ്യോ, വേണ്ട. അത് വലിയൊരു അനുഗ്രഹമായി പോയല്ലോ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോ. പിന്നെ ചേട്ടാ, ഞാനേ ഒരു 30,000 രൂപ ചേട്ടന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ടേ. അത് ഇരുന്നോട്ടെ. അല്ല, എന്റെ ചേട്ടൻ ഇപ്പോ ഓപ്പറേഷൻ വേണ്ടല്ലോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ പൈസ തിരിച്ചു തരത്തില്ലല്ലോ. ചേട്ടൻ കൊണ്ട് തന്നതുകൊണ്ടല്ലേ. അപ്പോ അതിന്റെ ഒരു ഓഹരി ചേട്ടന് അവകാശപ്പെട്ടതാ. അതിരുന്നോട്ടെ. എന്തേലും ബുദ്ധിമുട്ടുണ്ടായ ചോദിക്കാൻ മടിക്കണ്ട. ചേട്ടന്റെ കയ്യിലുള്ളപ്പോ തിരിച്ചു തന്നാ മതി. അതുവരെ ചേട്ടന്റെ കയ്യിൽ ഇരുന്നോട്ടെ ആ പൈസ. ചേട്ടന്റെ ആവശ്യം നടക്കുമല്ലോ.